ഏറെക്കാലത്തിനു ശേഷം കണ്ണിറയെ കണ്ട ഒരു മോഹൻലാൽ സിനിമ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളാക്ക എന്നീ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ യുവ സംവിധായകൻ തരുൺ മൂർത്തി ഒരുക്കിയ തുടരുമെന്ന മോഹൻലാൽ ചിത്രം നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവാണ്. വിവാദത്തിൽ ചുവടുപിടിച്ച് എമ്പുരാൻ 300 കോടി ക്ലബിൽ കയറിയെങ്കിലും അതിലെ കോട്ടിട്ട എബ്രഹാം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ പ്രകടനത്തിലൊക്കെ പഴയ പ്രതാപത്തിന്റെ നേലാട്ടം മാത്രമായിരുന്നു. ഇത്രയും ഗതികെട്ട ഒരു ഗ്ലോബൽ ഗാങ്സ്റ്റർ എന്നാണ് ഈ ലേഖകനൊക്കെ തോന്നിപ്പോയത്. ജനപ്രിയ സിനിമ ഉണ്ടാക്കാൻ 100 ഹെലികോപ്റ്ററും കോടികളുടെ ബജറ്റുമൊന്നും വേണ്ട, നല്ല കഥയും മേക്കിങ്ങും മതിയെന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്നു. സത്യം പറയാലോ, പൃഥ്വിരാജൊക്കെ തരുൺ മൂർത്തിയെ കണ്ടുപഠിക്കണം. ആ 150 കോടിയുടെ ബജറ്റൊക്കെ ഈ പയ്യന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു കഥ. ചുരുങ്ങിയ ബജറ്റിനുള്ളിൽ എടുത്തുവെച്ച ചില സിനിമയിലെ വിഷ്വലുകൾ കണ്ടാൽ അമ്പരന്നു പോകും. കാടിന്റെ ചില ദൃശ്യങ്ങൾ, ഒരു ഉരുൾപൊട്ടലിന്റെ ചിത്രീകരണത്തിൽ, ഏരിയൽ കട്ട് ഷോട്ടുകളിൽ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒക്കെ ചിത്രം പൊളപ്പനാണ്. ഹോളിവുഡ് സ്റ്റൈലാണ് ചിത്രത്തിന്. 2.25 മണിക്കൂറോളം നീളമുള്ള ചിത്രത്തിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കില്ല. ഒരിക്കൽ തുടങ്ങിയാൽ കഥ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രailer-ൽ കണ്ട പോലെ ഒരു കുടുംബകഥയും മോഹൻലാൽ, ശോഭന, വിന്റേജ് നൊസ്റ്റാൾജിയ കുത്തിപ്പൊക്കുന്ന അളിഞ്ഞ പടവുമല്ല ഇത്. ശരിക്കും ഒരു ദൃശ്യം മോഡൽ ഫാമിലി ഡ്രാമയാണ്. പക്ഷെ ദൃശ്യം വേറെ, ഇത് വേറെ. കഥയുടെ എന്തെങ്കിലും അംശം പുറത്തുപോയാൽ ആകെ പൊളിഞ്ഞു പോകുന്ന ചിത്രമല്ല ഇത്. മേക്കിംഗ് ആണ് ഈ സിനിമയുടെ പ്രത്യേകത. അതിനാൽ സ്പോയിലർ വന്നതും പ്രശ്നമല്ല. മോഹൻലാൽ എന്ന നടനെ ആഘോഷിക്കുന്നവർക്ക് വേണ്ട ഫുൾ പാക്കഡ് ചിത്രമാണ് തുടരും. ചിത്രം അവസാനിക്കുമ്പോൾ എഴുതിക്കാട്ടുന്നത് മോഹൻലാൽ തുടരുമെന്നാണ്. അത് കാണിക്കുമ്പോൾ തിയേറ്ററിൽ വരുന്ന വമ്പൻ കൈഡികൾ ഒരു ചിത്രം സൂപ്പർ ഹിറ്റ് ആകുമെന്നതിന്റെ സൂചനയാണ്.